കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ മോതിരത്തിന് വില 58 ലക്ഷം. ലണ്ടനിലെ മാർക്ക് തോംസൺ എന്ന നിധിവേട്ടക്കാരനാണ് ഈ അപൂർവ മോതിരം ലഭിച്ചത്. ഒരു വിനോദം എന്ന നിലയ്ക്കാണ് മാർക്ക് തോംസൺ നിധി തേടിയുള്ള തന്റെ യാത്ര ആരംഭിച്ചത്. റോബിൻഹുഡ് ഷെർവുഡ് ഫോറസ്റ്റിൽ നിന്നുമാണ് തോംസൺ ഇത്തരമൊരു ഹോബി തുടങ്ങിയത്. മണ്ണിൽ പൂഴ്ന്നു കിടന്ന ആ വസ്തു മനോഹരമായ ഇന്ദ്രനീല കല്ലു പതിച്ചൊരു മോതിരമായിരുന്നു. ലേലം ചെയ്യുന്നവരെ സമീപിച്ചപ്പോൾ മോതിരത്തിന്റെ വില 50 ലക്ഷത്തിൽ പരം കിട്ടുമെന്ന് അറിയുകയും ചെയ്തു. ഈബേയിൽ നിന്ന് വാങ്ങിയ ഒരു സാധാരണ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് അമൂല്യമായ ആ നിധി മാർക്ക് തോംസൺ കണ്ടെത്തിയത്. സ്വർണമായിരിക്കുമെന്ന് തോന്നിയെങ്കിലും ഒരിക്കലും അതിന്റെ വില ലക്ഷങ്ങൾ വരുമെന്ന് കരുതിയില്ല എന്നും തോംസൺ പറഞ്ഞു. മോതിരം ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പരിശോധനയ്ക്കായി നൽകിയിരിക്കുകയാണ്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മോതിരം 80% സ്വർണവും ബാക്കി രത്നങ്ങളുമാണ്. നിധിയാണെന്ന് പ്രഖ്യാപിച്ചതോടെ അധികൃതർ തോംസന് വൻ തുക നൽകും. അന്വേഷണം.com വേണ്ടി നവമി ദിനേശ്.